നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഇന്നത്തെ പത്രങ്ങളിലൂടെ ആദ്യം തന്നെ മലയാള മനോരമയാണ്. മനോരമയിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത ഹേമ കമ്മിറ്റി സുപ്രധാന നീക്കവുമായി അന്വേഷണ സംഘം, മൊഴികളിൽ 35 കേസ് എന്ന വാർത്തയാണ്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ 24 കേസുകൾ പുറമെ. രണ്ടാമത്തെ ഹൈലൈറ്റ്: മൊഴിയെടുക്കലും കേസെടുക്കലും അതീവ രഹസ്യമായി. അടുത്ത വാർത്ത: അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് വിജ്ഞാപനം റദ്ദാക്കി. ആ വാർത്തയുടെ ഹൈലൈറ്റ് വരുന്നത് ഹൈക്കോടതി ഇടപെടൽ രാജ്യാന്തര ടെൻഡർ വിളിക്കുന്നതിനെതിരെ. അടുത്ത വാർത്ത നോക്കാം. ക്രമസമാധാന പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് CPM എന്ന വാർത്തയാണ്. അതിന്റെ 2 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനവും സമാന്തര ഓഫീസും. അടുത്ത ഹൈലൈറ്റ്: ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് BJPയിൽ, തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് റിപ്പോർട്ട് എന്നിവയാണ്. അടുത്ത വാർത്ത വരുന്നു വനിതാ മിസ് കേരള എന്നതാണ്. ഇനി മനോരമയുടെ ഉൾപേജിലേക്ക് പോകാം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് പ്രസക്തിയേറെയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് പ്രസക്തിയേറെയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നാമെല്ലാം ഒരു കുടുംബം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്: വത്തിക്കാനിൽ ശിവഗിരി മഠത്തിന്റെ സർവമത സമ്മേളനത്തെ ആശീർവദിച്ച് മാർപ്പാപ്പ എന്നതാണ്. അടുത്ത വാർത്ത: ഭൂമി തരംമാറ്റൽ ഫീസ് വകമാറ്റിയ കേസിൽ സർക്കാരിന് തിരിച്ചടി, തിരിച്ചടയ്ക്കണം 1510 കോടി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ: ഇന്നു മുതൽ തുക നേരിട്ട് കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക്, അടുത്തത് വകമാറ്റിയ പണം 1 വർഷത്തിനകം അടച്ചു തീർക്കണം എന്നിവയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കാം. അനധികൃത ക്ഷേമ പെൻഷൻ വകുപ്പുകൾ ഒന്നിച്ചിറങ്ങും, അനർഹർക്ക് പിടിവീഴും എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള ഒരു വിശദമായ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്: സർക്കാർ ജീവനക്കാർ ആനുകൂല്യം കൈപ്പറ്റിയത് അശ്രദ്ധയെന്ന് മുഖ്യമന്ത്രി. ഇനി ഏറ്റവും ഒടുവിലായി മനോരമ നൽകിയിരിക്കുന്ന വാർത്ത 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് എന്ന വാർത്തയാണ്. അടുത്ത പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത ഗുരുസന്ദേശം കാലിക പ്രസക്തം, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മനോരമയിലെ പോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാർത്ത മാതൃഭൂമിയിൽ നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടു താഴെ നൽകിയിരിക്കുന്നത് നെൽകൃഷിക്ക് കോളടിച്ചു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഭൂമി തരംമാറ്റത്തിലൂടെ സർക്കാരിന് ഫീസായി കിട്ടിയ 1510 കോടിയും പൂർണ്ണമായും നെൽകർഷകർക്ക് വിനിയോഗിക്കണമെന്ന് ഹൈക്കോടതി എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത വാർത്ത: മേത്തി കുക്കി സംഘർഷം ഏറ്റുമുട്ടി മണിപ്പൂരും മിസോറമും എന്ന വാർത്തയാണ്. തൊട്ടു താഴെ ധനക്കമ്മി ലക്ഷ്യമിട്ടതിന്റെ 46.5% എന്ന ചെറിയ തലക്കെട്ട് നൽകിക്കൊണ്ട് ഏപ്രിൽ-ഒക്ടോബർ കാലയളവിൽ രാജ്യത്തെ ധനക്കമ്മി നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ ലക്ഷ്യമിട്ടതിന്റെ 46.5%-ലെത്തി എന്ന വാർത്തയാണ്. അടുത്ത വാർത്ത വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. വയനാട് പുനരധിവാസം ആശ്വസിക്കാൻ വകയില്ല എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ: കേരളം ചോദിച്ചതിൽ പകുതി പോലും കിട്ടില്ല. രണ്ടാമത്തേത് കേരളം ആവശ്യപ്പെട്ടത് 2219 കോടി. അടുത്ത ഹൈലൈറ്റ്: പരമാവധി 600 മുതൽ 700 കോടി കിട്ടിയേക്കും. വയനാട് MP സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഹൃദയത്തിലുണ്ട് എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്ത വാർത്ത: ക്ഷേമ പെൻഷൻ തട്ടിപ്പ് മുഖം നോക്കാതെ നടപടി എന്ന വാർത്തയാണ്. ഏറ്റവും ഒടുവിലായി പിഴത്തുക വിഴുങ്ങി ചെല്ലാൻ സൈറ്റ് എന്ന വാർത്തയാണ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ: പരാതി നൽകാൻ സംവിധാനമില്ല, പണമടച്ചവർ ആശങ്കയിൽ എന്നിവയാണ്. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിലും ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് നാരായണ ഗുരുവിന്റേത് മനുഷ്യർ ഒരു കുടുംബം എന്ന സന്ദേശം മാർപ്പാപ്പ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി താഴേക്ക് നോക്കുമ്പോൾ വിഭാഗീയത CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി, വെറുതെ വിടില്ല എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി മാധ്യമത്തിന്റെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ദേശീയ അന്താരാഷ്ട്ര വാർത്തകൾ കാണാം. ദേശീയ വാർത്ത നോക്കാം. കേജ്രിവാളിനെതിരെ ആക്രമണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെ ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു സന്യാസി അറസ്റ്റിൽ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇടതുവശത്തായി പിഴുതുമാറ്റത്തിനിടെ തെങ്ങു വീണ് 10 വയസ്സുകാരന് ദാരുണ അന്ത്യം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നിസാൽ എന്ന കുട്ടിയാണ് അന്തരിച്ചത്. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. ആഞ്ഞു വീശി ഫിഞ്ചാൽ, ചെന്നൈയിൽ മഴക്കെടുതി 3 മരണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സിറിയയിൽ വീണ്ടും സംഘർഷം, ആലപ്പോ പിടിച്ച് വിമതർ, വ്യോമാക്രമണവുമായി സൈന്യം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ദീപികയാണ്. ദീപികയിലും ആദ്യം തന്നെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഇന്നും പ്രസക്തം, മാർപ്പാപ്പ എന്നതാണ്. അടുത്ത വാർത്ത അനർഹ ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിക്ക് തീരുമാനം എന്ന വാർത്തയാണ്.
തൊട്ടുതാഴെ കോട്ടയ്ക്കൽ നഗരസഭ പരിശോധന തുടങ്ങി എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കെ കോൺഗ്രസ് പ്രതിനിധികളെ ഡിസംബർ 3 ചർച്ച ചെയ്യാനായി ക്ഷണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ വാർത്തയ്ക്ക് തൊട്ടു മുകളിലായി ഇടതുവശത്തായി ഗോവ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ഇമെയിൽ ഹാക്ക് ചെയ്തു എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടുമുകളിൽ ആഗോള റാങ്കിംഗ് പട്ടികയിൽ കുസാറ്റ് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരാം. ഏറ്റവും ഒടുവിലായി കൊടകര കുഴൽപ്പണ കേസ് തിരൂർ സതീഷ് മൊഴി നൽകി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. എന്തായിരുന്നു ആ പച്ച ഫയലിൽ ആശങ്കയുടെ BJP ക്യാമ്പ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു ചെറിയ കോളം വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. മറ്റ് പത്രങ്ങളിലെ പോലെ തന്നെ കൗമുദിയിലും ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് മാർപ്പാപ്പയുടെ വാർത്തയാണ്. ശ്രീനാരായണ ഗുരു ജീവിതം മനുഷ്യന് സമർപ്പിച്ചു മാർപ്പാപ്പ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. കൗമുദിയുടെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ EPF ക്ലെയിം അതത് മാസം പലിശ കണക്കാക്കും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട 2 ചെറിയ കോളം വാർത്തകളും നൽകിയിട്ടുണ്ട്. വിയോജിപ്പുകളെ ആദരിക്കണം, സമാധാന ദൂതരാകണം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു ചെറിയ കോളം വാർത്തയും, തൊട്ടു താഴെ ആഹ്ലാദത്തോടെ മാർപ്പാപ്പ എന്ന ചെറിയ തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു ചെറിയ കോളം വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും മധ്യഭാഗത്തായി മാർപ്പാപ്പയുടെ ഒരു വലിയ ചിത്രവും നൽകിയിരിക്കുന്നതായി കാണാം. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലും മറ്റു പത്രങ്ങളിലെ പോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദേശാഭിമാനിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണുന്നത് ഫേഞ്ചൽ ചുഴലി തീരം തൊട്ടു വിറച്ച് തമിഴ്നാട് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഫേഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. വിശദമായ വിവരങ്ങളും ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ നൽകിയിരിക്കുന്നതായി കാണാം. പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: പുതുച്ചേരിക്കും കാരക്കലിനും ഇടയിലാണ് തീരം തൊട്ടത്, ജനജീവിതം സ്തംഭിച്ചു, ചെന്നൈയിൽ ATMൽ നിന്ന് ഷോക്കേറ്റ് അതിഥി തൊഴിലാളി മരിച്ചു എന്നിവയാണ്. ഇനി ദേശാഭിമാനിയുടെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് കിരീടത്തിൽ കേരളം ഒരു രത്നം, ശശി തരൂർ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടുതാഴെ വൈകല്യം കണ്ടെത്തിയില്ല, 2 സ്കാനിംഗ് സെന്റർ പൂട്ടിച്ചു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ പൊട്ടൻചിറ സമരഭൂമിയിൽ ഉയരും 18 സ്നേഹഭവനങ്ങൾ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നൽകിയിരിക്കുന്നതായി കാണാം. ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, കർശന നടപടിക്ക് സർക്കാർ എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്ത മൊഴി സുരേന്ദ്രന് കുരുക്കാകും എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: കള്ളപ്പണം ഉപയോഗിച്ച് നേതാക്കൾ സ്വത്ത് വാങ്ങിക്കൂട്ടി. രണ്ടാമത്തെ ഹൈലൈറ്റ്: കവർച്ച കേസിൽ പ്രതികളുമായും നേതാക്കൾക്ക് ഡീൽ എന്നിവയാണ്. ഇനി അടുത്ത പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ മറ്റ് പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ CPM നേതാവ് ബിപിൻ സി ബാബു BJPയിൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം CPM നേതാവായ ബിപിൻ സി ബാബു BJPയിലേക്ക് ചേക്കേറിയതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ട് താഴെ വളരെ പ്രാധാന്യത്തോടെ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ തീക്കളി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: ഒരു സന്യാസിയെ കൂടി അറസ്റ്റ് ചെയ്തു, 3 ക്ഷേത്രങ്ങൾ തകർത്തു എന്നിവയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കാം. CPMൽ വൻ പൊട്ടിത്തെറി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിനെ കുറിച്ചും ആലപ്പുഴയിൽ പോര് തുടങ്ങി എന്നതിനെ കുറിച്ചുമുള്ള വിശദമായ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടുതാഴെയായി ഫേഞ്ചൽ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ഫേഞ്ചൽ കരതൊടും, ചെന്നൈയിൽ കനത്ത മഴ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റു പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും ഒടുവിലായാണ് മാർപ്പാപ്പയുടെ വാർത്ത നൽകിയിരിക്കുന്നത്. ഗുരുദേവ ദർശനം പ്രസക്തം, മാർപ്പാപ്പ എന്ന തലക്കെട്ടാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ വാർത്ത: സാമ്പത്തിക പ്രതിസന്ധി, കലാമണ്ഡലത്തിൽ കൂട്ട പിരിച്ചുവിടൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തതിനാൽ കേരള കലാമണ്ഡലത്തിൽ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ 128 പേരെ പിരിച്ചുവിട്ടതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രധാനപ്പെട്ട തലക്കെട്ടുകളും. അടുത്ത ദിവസം വീണ്ടും പ്രധാന വാർത്തകളുമായി കാണാം. അതുവരെ നമസ്കാരം.